ന്യൂസിലാൻഡിനെതിരെ സീരീസ് പരാജയപ്പെടുക, ഓസ്ട്രേലിയക്കെതിരെ സീരീസ് പരാജയപ്പെടുക, ഇന്ന് പരാജയപ്പെടുമ്പം ഇംഗ്ലണ്ടിനെതിരെ കൂടി പരാജയപ്പെടുക. ഗൗതം ഗംഭീർ എന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകൻ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട സമയത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാൻസിഷൻ്റെ ഫേസിൽ ട്രസ്റ്റ് ദ പ്രോസസ്സ്, ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾ വിശ്വസിക്കുക, കുറച്ച് ടൈം എടുക്കും എല്ലാം ശരിയാവാൻ എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ പറ്റുമെങ്കിൽ പോലും കുറേ അധികം ചോദ്യങ്ങൾക്ക് ഗൗതം ഗംഭീർ ഉത്തരം പറയേണ്ടി വരും. ഒരു പരിധിവരെ ഗംഭീർ നിസ്സഹായനാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ മത്സരത്തിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കരുൺ നായരുടെ കരിയറിൻ്റെ അവസാനം കുറിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. കരുൺ നായർ ഒരു ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ശേഷം 9 വർഷത്തോളം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും പടിയടച്ച് പിണ്ടം വെക്കപ്പെട്ടവനായിരുന്നു. കിട്ടാതെ പോകുന്ന അവസരങ്ങളുടെ വില വളരെ നന്നായി അറിയാവുന്ന ഗൗതം ഗംഭീർ താരത്തിന് ടീമിലേക്ക് എടുത്തു, കണ്ടിന്യൂസ് ആയിട്ട് അവസരങ്ങൾ നൽകി. പക്ഷേ അവസരങ്ങളൊന്നും മുതലാക്കാൻ കരുണിന് പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കരുണിൻ്റെ കരിയറിൻ്റെ അവസാനം കുറിക്കപ്പെട്ടു. ക്രിക്കറ്റ് പ്ലീസ് ഗിവ് മി എ ചാൻസ് എന്ന് പറഞ്ഞുള്ള സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഇനിയും വിലപ്പോയില്ല എന്ന് ആരാധകരും വിമർശകരും പണ്ഡിറ്റുകളും എല്ലാം വിലയിരുത്തി കഴിഞ്ഞു. പക്ഷേ ഗൗതം ഗംഭീർ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട വിമർശനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിരന്തരം മത്സരങ്ങളിൽ പരാജയപ്പെട്ടിട്ടും കരുൺ നായർക്ക് വീണ്ടും അവസരം നൽകി. അതിനെ ഒരു പരിധിവരെ സാധൂകരിക്കാം. നിർഭാഗ്യം കൊണ്ട് കരുൺ നായർ ഔട്ടായില്ലായിരുന്നെങ്കിൽ, കരുൺ നായർ നന്നായിട്ട് കളിച്ചിരുന്നെങ്കിൽ ഗൗതം ഗംഭീറിനെ എല്ലാവരും വാഴ്ത്തിപ്പാടുമായിരുന്നു. എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ടല്ലോ. കരുൺ നായർ കളിച്ചിരുന്നെങ്കിൽ ഗംഭീർ ഹീറോ ആയനെ. കളിച്ചില്ല, പക്ഷേ ഗംഭീർ ദുരന്ത നായകനാകേണ്ടി വരും. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കരുൺ നായരെ എന്തിന് ടീമിലേക്ക് ഇറക്കി? ധ്രുവ് ജുറലിനെ ടീമിലേക്ക് കൊണ്ടുവന്നു, ഓക്കെ, അത് പന്തിൻ്റെ പരിക്കുകൊണ്ടാണ്, അതവിടെ നിൽക്കട്ടെ. ഈ ഒരു സാഹചര്യത്തിൽ കംബോജിന് വരെ അവസരം നൽകാൻ ഗൗതം ഗംഭീർ മടി കാണിച്ചില്ല. പക്ഷേ ഈ സാഹചര്യങ്ങളിൽ പന്ത് കൊണ്ട് നല്ല സീം ഡെലിവറികൾ കാഴ്ചവെക്കാൻ കഴിവുള്ള അർഷദീപിനെ എന്തുകൊണ്ട് പുറത്തിരുത്തി എന്നുള്ള ചോദ്യത്തിന് ഗംഭീർ ഉത്തരം പറയേണ്ടി വരും. കരുൺ നായർക്ക് പകരം അർഷദീപ് ആയിരുന്നു ഈ ടെസ്റ്റിൽ കളിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ ടെസ്റ്റിന്റെ ഗതി തന്നെ മാറുമായിരുന്നു. നമ്മൾ അനാവശ്യമായിട്ട് ബാറ്റിംഗ് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി കുത്തി നിറയ്ക്കുന്ന എല്ലാവരും പരാജയപ്പെടുകയാണ്. ബോളർ എന്ന ലേബലിൽ വന്ന ടൈലൻഡർ ബാറ്റ്സ്മാനായിട്ടുള്ള ആകാശ് ദീപും ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദറും വരെ കളിക്കുന്നതിൻ്റെ പകുതി മികവോട് പോലും മുൻനിര ബാറ്റ്സ്മാൻമാർക്ക് കളിക്കാൻ കഴിയുന്നില്ല. ഇപ്പം ന്യൂ ബോൾ നേരിട്ടു മാങ്ങാ തേങ്ങ എന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ നൈറ്റ് ബാറ്റ്സ്മാനായിട്ട് ഇറങ്ങിയ ആകാശ് ദീപ് കളിച്ച കളി എല്ലാവരും കണ്ടതാണ്. ഈ വാഴക്കൂട്ടങ്ങളായിട്ടുള്ള കുറച്ച് ആളുകളെ മാറ്റിയിട്ട്, കരുൺ നായരെ മാറ്റിയിട്ട് അർഷദീപിനെ ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ടെസ്റ്റിന്റെ ഗതി മറ്റൊന്നുമായിരുന്നു. 5 മത്സരങ്ങളായിട്ടും കംബോജിന് ഒരു അവസരം നൽകിയിട്ടും എന്തുകൊണ്ട് അർഷദീപിന് അവസരം നൽകിയില്ല എന്നുള്ള ചോദ്യത്തിന് ഗംഭീർ ഉത്തരം പറയേണ്ടി വരും. ടെസ്റ്റിന്റെ കാര്യത്തിൽ ദുരന്ത നായകനായിക്കൊണ്ടിരിക്കുന്ന ഗൗതം ഗംഭീർ എന്ന ഞാൻ ഗംഭീറിൻ്റെ ഡൈ ഹാർഡ് ഫാനാണ്. ഗംഭീറിൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യത്തിനൊന്നും എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ ഗംഭീർ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഏതായാലും കരുണൻ്റെ കരിയർ അവസാനിച്ചു എന്ന് തന്നെ പറയാം.